ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ആരാധകർ ഒന്നടങ്കം നെറ്റിചുളിച്ചു. ആഭ്യന്തര ക്രിക്കറ്റിൽ വെടിക്കെട്ട് പ്രകടനം നടത്തുന്ന ഇഷാൻ കിഷനെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല? മുഹമ്മദ് ഷമി എവിടെ? എന്നീ ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു. എന്നാൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം BCCIയുടെ അടച്ചിട്ട മുറികളിൽ നടന്ന ചില നാടകീയ നീക്കങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ടീം സെലക്ഷനിൽ നിർണായകമായത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ ഇടപെടലുകളാണ്. ഇഷാൻ കിഷനെ ടീമിലെടുക്കാൻ സെലക്ടർമാർ തയ്യാറായിരുന്നുവെങ്കിലും ക്യാപ്റ്റൻ ഗില്ലിന്റെ ശക്തമായ വിയോജിപ്പാണ് ഇഷാന് തിരിച്ചടിയായത്. പകരം മോശം ഫോമിലായിരുന്നിട്ടും സുഹൃത്തായ ഋഷഭ് പന്തിനെ ടീമിൽ നിലനിർത്താൻ ഗിൽ വാശി പിടിച്ചതായാണ് വിവരം. പ്രമുഖ സ്പോർട്സ് മാധ്യമമായ റഫ് സ്പോർട്സ് ആണ് ഈ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടത്. വിജയ് ഹസാരെ ട്രോഫിയിലും സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലും ഇഷാൻ കിഷൻ കാഴ്ചവെച്ച പ്രകടനം സെലക്ഷൻ കമ്മിറ്റിയെ ആകർഷിച്ചിരുന്നു. സ്ഥിരതയോടെയും ആക്രമണോത്സുകതയോടെയും ബാറ്റ് വീശുന്ന ഇഷാനെ ഏകദിന ടീമിലേക്ക് തിരിച്ചു വിളിക്കാൻ അജിത് അഗാർക്കറും സംഘവും ഏകദേശം തീരുമാനിച്ചിരുന്നു. KL രാഹുലിന് ഒരു ബാക്കപ്പ് കീപ്പർ എന്ന നിലയിലായിരുന്നു ഇഷാനെ പരിഗണിച്ചിരുന്നത്. ഇഷാന്റെ നിലവിലെ ഫോം കണക്കിലെടുക്കുമ്പോൾ ഇത് തികച്ചും ന്യായമായ തീരുമാനമായിരുന്നു. എന്നാൽ സെലക്ഷൻ യോഗത്തിൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഇടപെട്ടതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഇഷാൻ കിഷനെ ടീമിലെടുക്കുന്നതിനോട് ഗിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. ഏകദിനത്തിൽ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്ത് തന്നെ മതിയെന്ന നിലപാടാണ് ഗിൽ സ്വീകരിച്ചത്. പന്തിന്റെ അനുഭവ സമ്പത്തും മാച്ച് വിന്നിംഗ് പാടവവും ടീമിന് ഗുണം ചെയ്യുമെന്നായിരുന്നു ഗില്ലിന്റെ വാദം. ക്യാപ്റ്റന്റെ ഈ ആവശ്യത്തോട് അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി പൂർണ്ണമായി യോജിക്കുകയായിരുന്നു. ക്യാപ്റ്റന് കംഫർട്ടബിളായ ടീമിനെ നൽകുക എന്ന കീഴ്വഴക്കം ഇവിടെയും പാലിക്കപ്പെട്ടു. ഇതോടെ അർഹതയുണ്ടായിട്ടും ഇഷാൻ കിഷൻ പുറത്താവുകയും ക്യാപ്റ്റന്റെ പിന്തുണയോടെ ഋഷഭ് പന്ത് സ്ഥാനം നിലനിർത്തുകയും ചെയ്തു. ഋഷഭ് പന്ത് കണക്കുകൾ അനുകൂലമല്ല. ഋഷഭ് പന്തിനെ നിലനിർത്താനുള്ള തീരുമാനം ക്രിക്കറ്റ് യുക്തിക്ക് നിരക്കുന്നതാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. കാരണം കണക്കുകൾ പന്തിനെ തുണയ്ക്കുന്നില്ല. കളിച്ചത് കുറവ്. 2024 ഓഗസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ നടന്ന പരമ്പരയിലാണ് ഋഷഭ് അവസാനമായി ഏകദിനത്തിൽ കളിച്ചത്. അതിനുശേഷം കഴിഞ്ഞ വർഷം ഒരു ഏകദിനം പോലും അദ്ദേഹം കളിച്ചിട്ടില്ല. ശരാശരി പ്രകടനം 32 ഏകദിനങ്ങളിൽ നിന്ന് 33.5 എന്ന ശരാശരി മാത്രമാണ് പന്തിനുള്ളത്. 871 റൺസ് മാത്രമാണ് സമ്പാദ്യം. ഏകദിന ഫോർമാറ്റിൽ പന്ത് ഇതുവരെ തന്റെ പ്രതിഭയ്ക്കൊത്ത പ്രകടനം പുറത്തെടുത്തിട്ടില്ല. വിജയ് ഹസാരെ ഫോം. നിലവിൽ ഡൽഹിക്കായി വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കുന്ന പന്ത് 5 മത്സരങ്ങളിൽ നിന്ന് 188 റൺസാണ് നേടിയത്. 2 ഫിഫ്റ്റികൾ നേടിയിട്ടുണ്ടെങ്കിലും ഇഷാൻ കിഷന്റെ ഫോമുമായി താരതമ്യം ചെയ്യുമ്പോൾ അതത്ര മികച്ചതല്ല. എന്നിട്ടും ഗിൽ പന്തിനെ പിന്തുണച്ചത് വ്യക്തിപരമായ സൗഹൃദത്തിന്റെ പുറത്താണോ അതോ തന്ത്രപരമായ നീക്കമാണോ എന്ന് വ്യക്തമല്ല. എന്തായാലും ഈ തീരുമാനം പരാജയപ്പെട്ടു.